കേരള ജനതയെയും കോടതിയെയും തെറ്റിദ്ധരിപ്പിച്ച് കാഴ്ചയില്ലാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന പരാതിയിൽ പോക്സോ കേസിൽ പെട്ടുപോയ നിരപരാധിയായ ജീമോൻ കല്ലുപുരിക്കലിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ തിരുവനന്തപുരം പ്രസ് മീറ്റിൽ സംസാരിച്ചു. പോക്സോ കേസുകളിലും സ്ത്രീ പീഡന കേസുകളിലും 99% ശിക്ഷിക്കപ്പെടാതിരിക്കാൻ കാരണം അതെല്ലാം വ്യാജ പരാതികളായതുകൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുന്നു. ജീമോൻ കല്ലുപുരയ്ക്കലിന്റെ പോക്സോ കേസിൽ യഥാർത്ഥ ഇര ജീമോൻ തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നു. സ്ത്രീകളുടെ വ്യാജ പരാതികൾക്ക് കേരളം വളക്കൂറുള്ള മണ്ണാണ് എന്നും കാഴ്ചയില്ലാത്ത പെൺകുട്ടിയെ ഉപയോഗിച്ച് വ്യാജ പോക്സോ കേസ് കൊടുക്കുന്ന സാമൂഹ്യ ദ്രോഹികളെ കണ്ടെത്തണമെന്നും പ്രസ് മീറ്റിൽ അദ്ദേഹം പറയുന്നു. സ്ത്രീ ഒരു പരാതി കൊടുത്താൽ അന്വേഷണം നടത്താതെ അറസ്റ്റ് ചെയ്യുന്ന പ്രവണത ഉണ്ടാവുമ്പോൾ പോലീസുകാർക്കും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുമെന്നും പറയുന്നു. ജീമോന് എതിരെ പെൺകുട്ടി കൊടുത്ത കള്ളപ്പരാതിയിൽ 1 മണിക്കൂർ എങ്കിലും പോലീസുകാർ അന്വേഷിക്കുകയായിരുന്നെങ്കിൽ 160 ദിവസം ഒരു നിരപരാധി ജയിലിൽ കിടക്കേണ്ടി വരില്ല. പോലീസിന് ഈ കേസിൽ ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചതെന്നും അജിത് കുമാർ പറയുന്നു. സ്ത്രീകളുടെ വ്യാജ പരാതിയിൽ പലരും ആത്മഹത്യക്ക് തുല്യമായ അവസ്ഥയിൽ എത്തിച്ചേരുകയും മെൻസ് അസോസിയേഷനിലൂടെ അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പണം കൊടുത്തും വീട് വെച്ച് കൊടുക്കാമെന്നും പറഞ്ഞ് രാധാകൃഷ്ണനും കൂട്ടരും ആണ് അന്ധയായ പെൺകുട്ടിയെ ഉപയോഗപ്പെടുത്തി കള്ളക്കേസ് കൊടുപ്പിച്ചതെന്ന് ജീമോൻ കല്ലുപുരയ്ക്കൽ പറയുന്നു. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന രജിസ്ട്രേഷൻ ഇല്ലാത്ത സംഘടനയിൽപ്പെട്ട വ്യക്തികളും പെൺകുട്ടിയുടെ അമ്മയും പരാതി കൊടുത്തത് എങ്ങനെയെന്ന് വിശദീകരിക്കുന്ന ദൃശ്യങ്ങൾ തെളിവായി കിടക്കുന്നുണ്ട്. അതുമാത്രം മതി ഇവരുടെ കള്ളത്തരം പൊളിയാൻ. പെൺകുട്ടിയുടെ അമ്മ കുളിക്കാൻ കയറുമ്പോൾ 14 വയസ്സുള്ള സഹോദരൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അടുത്തുള്ള പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറയുമ്പോൾ അത് തന്നെ അവരുടെ കള്ളത്തരമല്ലേ എന്ന് ജീമോൻ ചോദിക്കുന്നു. എങ്ങനെയാണ് അമ്മ കുളിക്കാൻ കയറുന്ന 10 മിനിറ്റിനുള്ളിൽ പെൺകുട്ടിയുടെ അടുത്ത സഹോദരൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യാൻ കഴിയുക? ഈ പെൺകുട്ടിയെയും അമ്മയെയും ഉപയോഗപ്പെടുത്തി കള്ളക്കേസ് ഉണ്ടാക്കിയവർ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വൻ മാഫിയ സംഘമാണെന്ന് പരാതിയുണ്ട്. അവരെ നിയമത്തിന് മുന്നിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം. സ്ത്രീകളുടെ പരാതിയിൽ പുരുഷന് ഒരു ജയിലകലം മാത്രമേ ഉള്ളൂ എന്ന് പ്രസ് മീറ്റിൽ രാഹുൽ ഈസ പറയുന്നു. വലിയ മനുഷ്യ അവകാശ ലംഘനമാണ് ഇതെന്ന് ആർ നായർ അഭിപ്രായപ്പെടുന്നു.